വിശദാംശങ്ങളിലേക്ക്. ഹമാസിന് നേരെ ഇസ്രയേൽ ആക്രമണം രൂക്ഷം. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടു. പെരുന്നാൾ ആഘോഷത്തിന് പോകും വഴിയാണ് ആക്രമണം. വിവരങ്ങൾ വിദ്യാ ബാലൻ നൽകും. വിദ്യ, ഹമാസിൽ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയുടെ മൂന്ന് മക്കളെയും 4 ചെറുമക്കളെയുമാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. റംസാൻ ആഘോഷങ്ങൾക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് ഇടെയാണ് ഈ 3 ഹമാസ് മേധാവികളെ വധിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം റംസാനായിരുന്നു. അതുകൊണ്ട് തന്നെ റംസാൻ ആഘോഷങ്ങൾക്കിടെ തന്നെയാണ് എന്നാണ് ഹമാസിൻ്റെ വാദം. ഏതായാലും ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളായ ഹാസിം, ആമിർ, മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 4 ചെറുമക്കളും ഈ ഒരു ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇസ്രായേൽ ഗാസ സിറ്റിക്ക് അടുത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു വ്യോമാക്രമണം ഉണ്ടായത്. ഈ ഹനിയ ഇപ്പോഴും ഖത്തറിലാണ് താമസിക്കുന്നത്. ഹനിയുടെ കുടുംബമാണ് ഇപ്പോഴും ഗാസ വിട്ട് പോകാതെ അവിടെ തന്നെയുള്ളത്. പക്ഷേ തൻ്റെ മക്കളുടെ മരണം ഒരു രക്തസാക്ഷിത്വമായി തന്നെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ജനങ്ങളുടെ രക്തത്തിനേക്കാൾ വലുതല്ല തൻ്റെ മക്കളുടെ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ഇപ്പോഴും. ഹമാസിൻ്റെ എത്രയൊക്കെ തന്നെ മരണം സംഭവിച്ചാലും, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാലും, തൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചാലും ഈ ഒരു നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഹമാസിൻ്റെ വെടിനിർത്തൽ നിബന്ധന എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് 900 ഹമാസ് ബന്ദികളെ, ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഹമാസികളെ വിട്ടയക്കുകയാണെങ്കിൽ മാത്രമാണ് 40 ബന്ദികളെ ഹമാസ് വിട്ടയക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ ഒരു നിബന്ധനയാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കെയ്റോയിൽ വെച്ചൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അമേരിക്ക തന്നെ മുൻകൈയെടുത്തിട്ടാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി അമേരിക്ക ഉന്നത മേധാവികളെ തന്നെയാണ് ഈ ഒരു കെയ്റോയിലേക്ക് അയച്ചിരിക്കുന്നതും. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം എന്നത് ഏറെ അതിശയകരം തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തലിലേക്ക് എത്തണമെന്ന് തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. പക്ഷേ ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ആക്രമണം തൻ്റെ യാതൊരു തരത്തിലും തൻ്റെ ഹമാസിൻ്റെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടേക്ക് പോകാൻ ഒരു കാരണമാകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം പക്ഷേ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു വസ്തുത, ഹൂതികളുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. 4 ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആക്രമണം തുടരുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 ഭാഗത്തു നിന്നും ആക്രമണം തുടരുക തന്നെ ചെയ്യാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ കെയ്റോയിൽ വെച്ച് നടക്കുന്ന സമാധാന ചർച്ചകൾ എത്രമാത്രം ഫലം കാണും എന്നുള്ളത് ഇനി നോക്കി കാണേണ്ടത് തന്നെയാണ്. ഫിജി. ശരി വിദ്യ.